നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു കാര്യങ്ങൾ ചെയ്ത ആള് എപ്പോഴും വിൻ ചെയ്യണം എന്നില്ല. അതുപോലെ പൊട്ട കാര്യങ്ങൾ ചെയ്ത ഒരു വില്ലൻ എപ്പോഴും തോക്കണം എന്നില്ല. ഈ കർമ്മ എന്ന് പറയുന്ന സാധനം നമ്മൾ വിചാരിക്കും നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും. പക്ഷെ അങ്ങനെയൊന്നും ആരും ഒരു കോസ്മിക് അക്കൗണ്ടിന്റെ അവിടെ ഇരുന്ന് നിങ്ങളുടെ നല്ല കാര്യങ്ങളും നിങ്ങളുടെ ഗുഡ് ഡീഡ്സും നിങ്ങളുടെ മിസ്റ്റേക്സും എല്ലാം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഓക്കെ ഇവൻ നല്ലത് ചെയ്തു അപ്പൊ ഇനി അടുത്തത് ഇവന് നല്ലത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ പ്ലാൻ ആയി പോണ സാധനം നല്ലത്. എന്താ പറയാ, എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്ത ഒരാള് അവരുടെ ഉള്ളിൽ നല്ലതായിട്ട് അതിനെ ഫീൽ ചെയ്യാമെന്നല്ലാണ്ട് ഇനി ഭാവിയിൽ വരാൻ പോണ കാര്യങ്ങൾ നല്ലതായിട്ടേ വരൂ എന്ന് വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മണ്ടത്തര. ഇപ്പൊ കുറെ ആവശ്യമില്ലാത്ത പോസിറ്റിവിറ്റി എല്ലായിടത്തും കാണുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ. കർമ്മ ഇസ് റിയൽ, കർമ്മ ഇസ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയൊന്നും പ്രോഗ്രാംഡ് അല്ല. നമ്മൾ വിചാരിക്കണ പോലെ എന്താ പറയാ എല്ലാത്തിനും ഒരു ഫോർമുല ഉണ്ട് എന്ന് വിചാരിച്ചിട്ടുള്ള രീതിയിലൊന്നല്ല ലോകം പോണേ. അതായത് എപ്പോഴും വില്ലൻ തോക്കണം എന്നില്ല, വില്ലനെ വേണമെങ്കിൽ ജയിക്കാം, അങ്ങനെയാണ് റിയൽ ലൈഫ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഫാന്റസി ആയിട്ടാണ് ആൾക്കാർ എപ്പോഴും വിചാരിക്കണത്. എപ്പോഴും ഒരു എന്താ പറയാ നീ നോക്കിക്കോ നിനക്കുള്ളത് കിട്ടും എന്ന് പറയണ ആ ഒരു സംഭവമില്ലേ, അതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത. ഇപ്പൊ ഈ പറഞ്ഞ കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ കുറെ ടോക്സിക് ആയിട്ടുള്ള പോസിറ്റിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു സാധനം മാത്രമാണ് ഇതും. അല്ലാണ്ട് ഈ കർമ്മ എന്ന് പറഞ്ഞിട്ട് ഇനി പിന്നാലെ നടക്കില്ല ആൾക്കാരുടെ. പക്ഷെ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്, ഇനി ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാരും വില്ലൻ ആവാൻ നിക്കണ്ട. എന്താ കാരണം? ഒരു കാരണമില്ല, ഒരു കാരണമല്ല. എന്തുകൊണ്ട് വില്ലനാവരുത് എന്നുള്ളതിന് ഒരു കാരണമല്ല. ഇതില് ഈ പറഞ്ഞ കാര്യം അവര് ഒരു പൂർണ്ണമായൊരു ഭൗതികവാദ ലോകവീക്ഷണത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞത് കംപ്ലീറ്റ് കറക്റ്റാണ്. എന്നുവെച്ചാൽ കംപ്ലീറ്റ്ലി റാൻഡം ആണ്. ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു സർട്ടാവോ അല്ലെങ്കിൽ ഒരു നിയന്താവോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നന്മ ചെയ്താൽ അത് നന്മയായിട്ട് തന്നെ നമ്മളിലേക്ക് തിരിച്ചു വരും, നമ്മൾ തിന്മ ചെയ്താൽ തിരിച്ചു എന്തായാലും വരും. കർമ്മ ഈസ് റിയൽ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഹൗ, എങ്ങനെ? അതായത് വളരെ റാൻഡമായിട്ട് പോകുന്നൊരു ഒരു പ്രപഞ്ചമല്ലേ ഇത്, ഒരു പ്രോഗ്രാംഡ് അല്ലല്ലോ, ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ നന്മ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ നന്മ തിരിച്ചു കിട്ടും? അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുമ്പോൾ അത് എങ്ങനെയാണെന്ന് വിശദീകരിക്കെങ്കിലും വേണ്ടേ? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വിശദീകരിക്കണ്ട, അതിന് ലോജിക്ക് വേണ്ടേ? എന്താണ് കർമ്മ എന്ന് പറയുന്നതിന് നമ്മൾ ഈ ഗോഡ്, റിലീജിയൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ലോജിക്ക് പറയാൻ, അതായത് നന്മ ചെയ്ത് നല്ലത് കിട്ടും, ചീത്തത് കിട്ടും എന്ന് പറയാൻ എന്ത് ന്യായമാണുള്ളത്? ഒരു ന്യായമില്ല എന്നുള്ളത്. അവളിന് പറയുന്നുണ്ട് എത്രയോ വില്ലന്മാര് ജയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇഷ്ടം പോലെ ജയിച്ചിട്ടുണ്ട്. എത്ര കഥകൾ നമുക്ക് അല്ലെങ്കിൽ എത്ര എക്സാമ്പിൾസ് എന്ന് പറയാൻ പറ്റും ഈ വില്ലന്മാർ. അതെ, ഇപ്പൊ നമ്മൾ ഈ റീസെന്റ് പഠിച്ച ചരിത്രത്തിൽ തന്നെ എത്രത്തോളം മോശം കാര്യങ്ങൾ ചെയ്ത ആളുകൾ അവരുടെ ജീവിതത്തിൽ ഭൗതികമായി നമ്മൾ നോക്കുമ്പോൾ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത വിധം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ അച്ചീവ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ തന്നെ അവർക്ക് മരിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് സംഭവിക്കുന്നു. എത്ര എക്സാമ്പിൾസ് പറയാൻ പറ്റും? ഒരാൾ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാളായിരുന്നു, നല്ല ചെയ്ത് ഒരു വലിയ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അയാൾ തിന്മ ചെയ്യുന്നത് കൊണ്ട് അയാൾ അവസാനം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ മരണപ്പെട്ടു എന്നുള്ളതിന് വളരെ കുറച്ച് എക്സാമ്പിൾസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാണുന്ന അത് നിരീക്ഷിക്കുന്ന ഒരു ഭൗതികവാദിയെ സംബന്ധിച്ച് എന്ത് ഞാൻ നല്ലത് ചെയ്യണം? അപ്പോൾ അവൾ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വില്ലനാവാൻ നിൽക്കണ്ട. പക്ഷെ എന്തിനാന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് റീസൺ ഒന്നുമില്ല. ഇത് നമ്മൾ ബേസിക്കായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഞാൻ പറയുന്നതെല്ലാം ഈ പ്രപഞ്ചത്തിന് പിന്നിലൊരു സർട്ടാവോ അല്ല നീന്താവോ ഇല്ലെങ്കിലുള്ള കാര്യമാണ്. ഇതിനൊന്നും മേക്സ് നോ സെൻസ് അല്ലേ? അങ്ങനെ ആണെങ്കിൽ, അതായത് നന്മ ചെയ്താൽ നന്മ കിട്ടിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ തിന്മ ചെയ്താൽ അത് തിരിച്ചു വന്നോളൊന്നുമില്ല എങ്കിൽ എന്തിന് നന്മ ചെയ്യണം അല്ലെങ്കിൽ എന്തിന് തിന്മ ചെയ്യാതിരിക്കണം? അവസാനം ചോദിച്ച ആ ചോദ്യം, എന്തിന് വില്ലൻ ആവാതിരിക്കണം അല്ലേ? വില്ലൻ ആവരുത് എന്ന് പറയുമ്പോൾ തന്നെ എന്തിനാന്നുള്ളത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാനൊരു പരിഹസിച്ച് പറയല്ല, പക്ഷേ ഇറ്റ്സ് എ റിയൽ തിങ്, റൈറ്റ്? അതിന് ആൻസർ പറയാൻ പറ്റൂല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൗതികവാദ ലോകവീക്ഷണത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിന്. പക്ഷേ ആ ഒരു ചോദ്യം ഒരു എന്താ പറയാ ഫ്രം ഹാർട്ട് വരുന്നൊരു സാധനമാണ്. അതായത് വില്ലൻ ആവരുത് എന്ന് പറയുന്ന ആ ഒരു സാധനം ഉള്ളിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ എന്തിന് എന്ന ചോദ്യത്തിന് അവിടെ കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിലും ആ ഒരു കാര്യം ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അപ്പം അവിടെ ആത്യന്തികമായി മനുഷ്യൻ്റെ മനസ്സിൻ്റെ തേട്ടാണ് ഒരു നീതി, അല്ലെങ്കിൽ ഇവിടെ എന്താ പറയുക തിന്മക്ക് തിന്മ നന്മക്ക് നന്മ നടപ്പിലാകണം എന്ന് പറയുന്നത് ഒരു മനസ്സിന്റെ തേട്ടാണ്. അതുകൊണ്ടാണ് ഈ കർമ്മ പറയുന്ന ആൾക്കാരൊക്കെ മൊത്തം കളിയാക്കാൻ വേണ്ടി പറയല്ല, അവരുടെയൊക്കെ മനസ്സിന്റെ തേട്ടാണ് എന്ത് എങ്ങനെയെങ്കിലും നീതി നടപ്പിലാവണം, അത് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പൊ ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരിൽ പോലും ആൾക്കാർ കർമ്മ ഇസ്രയേൽ ദൈവമൊന്നുമില്ല, പക്ഷെ കർമ്മ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇവന്റ്സിനൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ നന്മക്ക് നന്മ കിട്ടുന്നുണ്ട്, തിന്മക്ക് തിന്മ. ആക്ച്വലി അങ്ങനെ അവിടെ ഈ ലോകത്ത് അങ്ങനെ നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും കിട്ടുന്നുണ്ട് എന്നുള്ളതൊന്നും എന്താ പറയാ ലൈൻ ടു ലൈൻ അല്ലെങ്കിൽ പോയിന്റ് ടു പോയിന്റ് ചേർത്ത് വെച്ച് അങ്ങനെ പറയാനൊന്നും കഴിയില്ല. ബിക്കോസ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ
എത്രയോ വില്ലന്മാർ ജയിക്കുന്നു, എത്രയോ നല്ല ചെയ്യുന്ന ആളുകൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മരണപ്പെടുന്നു. ഇഷ്ടംപോലെ എക്സാമ്പിൾസ് കാണാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ട് എന്നാലും 100-ൽ ഒരു 2-3 എക്സാമ്പിൾ ഉള്ളെങ്കിൽ പോലും ആ എക്സാമ്പിളിനെ ചേർത്ത് പിടിച്ചിട്ട് യെസ് കർമ്മ ഇസ് റിയൽ എന്ന് പറഞ്ഞ BGM തൊട്ട് റിയൽ അയക്കുന്നു വെച്ചാൽ, അല്ലെ അത് പുറത്തേക്ക് കൊടുന്ന് വെച്ചാൽ ആളുകളുള്ള ആ നീതിയുടെ തേട്ടുണ്ട്. ഇതിങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോൾ പോലും 97-95 എക്സാക്ട് ഡാറ്റ അല്ല പറയുന്നത്, ഒരു ഉദാഹരണത്തിന് അത്രത്തോളം അധികം ഇത് നടക്കാതിരിക്കുമ്പോൾ പോലും നടക്കുന്ന വളരെ 3 or 4 5 6 7 8 9 10 ഒരു 10% എങ്കിലുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് കർമ്മ ഇസ് റിയൽ എന്ന് പറയാൻ ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ ഇതാണ് മനുഷ്യൻ്റെ ബേസിക് നീതിബോധം. ഇങ്ങനെ സംഭവിക്കണം എന്നാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. നന്മക്ക് നന്മ കിട്ടണം, തിന്മക്ക് തിന്മ കിട്ടണം, അല്ലെങ്കിൽ മോശം കാര്യം ചെയ്ത ആൾ മോശമായിട്ട് അവസാനിക്കണം, നല്ല ചെയ്ത ആൾ നല്ല രീതിയിൽ അവസാനിക്കണം എന്ന ആഗ്രഹം അത് മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. ആ അടിസ്ഥാനമായിട്ട് ശുദ്ധപ്രകൃതി എന്നാണ് മനുഷ്യൻ നിലനിൽക്കുന്നതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കി ഈ ഒരു ഭൗതികവാദ ലോകവീക്ഷണത്തിന് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് പുറത്തൊന്നുമില്ല എന്ന ഒരു അടിസ്ഥാനത്തിൽ ഇതിന് ഒരു സെൻസും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി. ഇവിടെ എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഒരു മനസ്സിൻ്റെ തേട്ടുണ്ട് നീതി നടപ്പിലാണെന്ന്. ഇതെങ്ങനെയാണ് ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുക? അവിടെയാണ് നമ്മൾ പറയുന്നത് ഈ പ്രപഞ്ചത്തിനൊരു സട്ടാവ് ഉണ്ടെങ്കിൽ, ഇതിനൊരു നിയന്താവ് ഉണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെയാണ് വിശുദ്ധ ഖുർആനൊക്കെ പറയുന്നത് ഇന്നമാൽ യുസ്രി യുസ്ര, അല്ലെ, ഇന്നമാൽ യുസ്രി യുസ്ര, നിങ്ങൾക്ക് ഒരു പിന്നെ ഒരു പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പമുണ്ട്. അങ്ങനെ അത് പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, നല്ലത് കിട്ടുന്നു, അതല്ല പറയുന്നത്. നിങ്ങൾ ഫൈദ ഫറഗത്ത ഫൻസബ് വൈല റബ്ബിക്ക ഫറഗബ് എന്നാണ് തുടർന്നുള്ള ആയത്തുകൾ. നിങ്ങൾ ഒഴിവ് കിട്ടുമ്പോൾ അധ്വാനിക്കുക, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ആ പരിശ്രമത്തിൽ നിങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് യുസ്ർ ഉണ്ടാകുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് യുസ്ർ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എളുപ്പം വരാനുണ്ട്, ഒരു സുഖം വരാനുണ്ട്, സന്തോഷം വരാനുണ്ട് എന്നൊരു പ്രതീക്ഷ കൊടുക്കുകയാണ്. നിങ്ങൾ നന്മയുടെ വഴിയിൽ, പടച്ചോൻ്റെ വഴിയിൽ ഒഴിവ് കിട്ടുമ്പോൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക, പടച്ചോനിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയുള്ള വഴിയിൽ നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ പ്രയാസത്തിനൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, എളുപ്പം വരുന്നുണ്ട് എന്നൊരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? അതവിടെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു നിയന്താവോ അല്ലെങ്കിൽ ദൈവമോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഒരു പ്രയാസം അതിനുശേഷം ഒരു എളുപ്പം വരാനുണ്ട് എന്ന പ്രതീക്ഷക്കൊന്നും ഒരു വകുപ്പുമില്ല, അല്ലെങ്കിൽ നന്മ വരാനുണ്ട് എന്നുള്ള പ്രതീക്ഷയ്ക്ക് വകുപ്പൊന്നുമില്ല. അവിടെ നിയന്താവ് ഉണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പടച്ചവനുണ്ട് എന്ന ഒരു ബോധ്യം, അത് നമ്മുടെ ആ നീതിയുടെ തേട്ടം അത് പൂർത്തീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ പടച്ചവനെ അവിടെ വെച്ചാലല്ലാതെ അത് സാധ്യമല്ല. നീതിയുടെ തേട്ടം മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ എന്തിന് വില്ലനാവാതിരിക്കണം, എന്തിന് നന്മ ചെയ്യണം, എന്തിന് തിന്മ ചെയ്യരുത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ പടച്ചവൻ അവിടെ ഇല്ലാതെ, ദൈവം അവിടെ ഇല്ലാതെ അത് പൂർത്തീകരിക്കപ്പെട്ടില്ല. ഒരുപാട് വർഷം നന്മ ചെയ്തിട്ട് ആ തിന്മകൾ ഒരുപാട് സ്വാർത്ഥമായ നേട്ടങ്ങൾ നേടാമായിരുന്നിട്ടും ആ നേട്ടങ്ങൾ നേടാതെ ഒരുപാട് തിന്മകൾ ഒഴിവാക്കി. തിന്മകൾ ചെയ്തിരുന്നെങ്കിൽ നേട്ടങ്ങൾ നേടാമായിരുന്നു. അങ്ങനെ നേട്ടങ്ങൾ നേടാതെ തിന്മകൾ ഒഴിവാക്കി നന്മകൾ വീണ്ടും വീണ്ടും ചെയ്തു, ഭൗതികമായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കുന്നില്ല. അങ്ങനെ പ്രയാസപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ച് നന്മയുടെ വഴിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ എന്തിനാണ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് എന്ന് ഉള്ളിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അവനെ തൃപ്തിപ്പെടുത്താൻ ഇതല്ലാതെ മറ്റെന്ത് ഉത്തരമാണുള്ളത്? നീ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക, നീ നന്മയുടെ വഴിയുള്ള സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കുക. നിനക്ക് തീർച്ചയായും ഒരു നന്മയുടെ ലോകം, നന്മയുടെ അവസാനം, ഒരു പര്യവസാനം, നന്മ എന്ന് പറയുന്നൊരു കാര്യം, ഒരു എളുപ്പം എന്ന് പറയുന്നൊരു കാര്യം, അത് പ്രയാസങ്ങൾക്കപ്പുറം പ്രയാസങ്ങൾക്ക് ശേഷം വരാനുണ്ടെന്നുള്ള, അത് നൽകാൻ ഒരു ദൈവം അവിടെ ഉണ്ടെന്നുള്ള അവിടെ പറയുന്ന സ്റ്റാർട്ടിങ് പറയുന്ന പോലെ തന്നെ കൂട്ടിക്കിഴിച്ച് കൃത്യമായി കണക്കുകൾ നോക്കി ആ കണക്കുകൾ കൊണ്ട് എനിക്ക് നന്മ പൂർത്തീകരിച്ച് നൽകാൻ ഒരു അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നൽകാൻ, പകരം നൽകാൻ ഒരു ദൈവമുണ്ട് എന്നൊരു ബോധ്യമല്ലാതെ മറ്റെന്താണ് അയാളെ ഡ്രൈവ് ചെയ്യുക? ആ ദൈവം എന്ന് പറയുമ്പോൾ അതിനൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ദൈവം നമുക്ക് ഈ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തീകരിച്ച് നൽകുമെന്ന് പറഞ്ഞാൽ പരലോകം കൂടി. ഹൽ ജസാ ഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ എന്ന് ചോദിക്കുന്നുണ്ട് ഖുർആൻ. ഒരുപാട് നന്മകളെയും പ്രതിഫലങ്ങളെയൊക്കെ പറ്റി പറഞ്ഞതിന് ശേഷം ആ പ്രതിഫലത്തിൻ്റെ തുടർച്ചയിൽ പടച്ചവൻ പറയുന്നുണ്ട്, നന്മയുടെ പ്രതിഫലം, നല്ലതിൻ്റെ പ്രതിഫലം നല്ലതല്ലാതെ മറ്റെന്താണ്? നല്ലതല്ലേ, നന്മ കിട്ടിയിരിക്കും എന്നുള്ളൊരു വാഗ്ദാനമാണ്. അപ്പോൾ ഈ കർമ്മയൊക്കെ പറയുന്ന ആൾക്കാർ പറയും, ശരി, നിങ്ങൾ ആ മനസ്സുകൊണ്ട് തേടുന്ന സാധനം ഉണ്ടല്ലോ, അത് വിശുദ്ധ ഖുർആൻ പറയാണ്, ആ നന്മയുടെ പ്രതിഫലം നന്മയായിട്ട് തന്നെ ആ തിരിച്ച് കിട്ടിയിരിക്കും. പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, വളരെ റാൻഡമായിട്ട് എങ്ങനെയൊക്കെയോ സംഭവിക്കുന്നൊരു കാര്യമല്ല. മറിച്ച് കൃത്യമായി അൽബറായ നന്മയുടെ എല്ലാ നന്മകളുടെയും ഉറവിടമായ ആ പടച്ചവൻ നന്മ നിങ്ങൾക്ക് തന്നിരിക്കും. അത് ഈ ലോകത്ത് തന്നെ സംഭവിച്ചോളന്നില്ല. അതായത് ആ ഒരു പൂർത്തീകരണം ഈ ലോകത്ത് തന്നെ ആയിക്കോളന്നില്ല. അതായത് ഞാൻ ഇവിടെ നന്മ ചെയ്തു, അത് ഈ ലോകത്ത് തന്നെ നിർബന്ധമായിട്ടും എന്നിലേക്ക് നന്മയായിട്ട് തന്നെ തിരിച്ചു വരുന്നല്ല, മറിച്ച്
പരിപൂർണ നീതിയുടെ പരിപൂർണമായ ന്യായത്തിൻ്റെ ഒരു ലോകം വരാനിരിക്കുന്നുണ്ട്. ആ ലോകത്ത് അതെല്ലാം പൂർത്തീകരിക്കപ്പെടും. അത് നമ്മളൊരാൾക്ക് സഹായം ചെയ്യുമ്പോൾ സഹായം ചെയ്ത ആളുടെ അടുത്ത് തിരിച്ച് എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ആ കർമ്മം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ ആ ഇരുത്തം എന്ന് പറയുന്നതിന് നമുക്ക് നിരാശ ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം സ്വാഭാവികമായിട്ടും അയാൾ ലഭിച്ചോളണമെന്നില്ല, ചിലപ്പോൾ എല്ലാ മനുഷ്യരും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. പ്രവർത്തനമായിട്ട് നമ്മൾ പ്രവർത്തനം ചെയ്യുന്നതിന് അത് ഡീമോട്ടിവേറ്റ് ചെയ്യും. ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഞാൻ പ്രതീക്ഷിച്ചാലും കിട്ടുന്നില്ലല്ലോ എന്ന ചിന്ത ഉണ്ടാകും. അപ്പോൾ മതം പറയുന്നത് അങ്ങനെയൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കേണ്ടതില്ല. പടച്ചോനാണ് പ്രതിഫലം നൽകുന്നത്. അല്ലാതെ ഒരീതും ഇൻകും ജസാഅൻ വലാ ശുക്ര എന്ന് പറയുന്നുണ്ടല്ലോ. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത് ദൈവപ്രീതിക്ക് വേണ്ടി മാത്രമാണ്. ഞങ്ങൾ നന്മ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ നൽകിയ ഭക്ഷണത്തിന് പ്രതിഫലം ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. നിങ്ങൾ എന്നല്ല, ഞങ്ങൾ ഈ ലോകത്തുനിന്നോ നിങ്ങളെന്നോ ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള എന്തെങ്കിലും സംഭവങ്ങളെന്നോ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് മാത്രമാണ് അത് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിൽ നിന്ന് ജസാ ശുക്ർ അഥവാ പ്രതിഫലമോ നന്ദിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ ഭൗതിക ലോകത്തുനിന്ന് അത്തരം പ്രതീക്ഷയിൽ നന്മകൾ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിരാശകൾ ഉണ്ടാവും. അതേപോലെ തന്നെ അത്തരം പ്രതീക്ഷയിൽ തിന്മകൾ ഒഴിവാക്കുകയാണെങ്കിൽ നിരാശകൾ ഉണ്ടാവും. അവിടെ ആത്യന്തികമായി എല്ലാം നിയന്ത്രിക്കുന്ന പടച്ചവനിലേക്ക് വരമേൽപ്പിക്കുകയും ആ പടച്ചവനിൽ നിന്ന് നന്മ ലഭിക്കാനുണ്ടെന്നും ആ പടച്ചവൻ എനിക്ക് എന്നോട് നീതി കാണിക്കുമെന്നുള്ള ബോധത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രവർത്തനം സ്വാഭാവികമായിട്ട് നമുക്ക് തൃപ്തി തരുന്നതും ആ പ്രവർത്തനം നമ്മളെ നിരന്തരം കൺസിസ്റ്റൻ്റായി ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന രീതിയിൽ തിന്മ ഒഴിവാക്കാനും നന്മ ചെയ്യാനും പ്രേരിപ്പിക്കുന്നതാണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്തൊരു ലിബറേഷൻ കൂടിയാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലൊക്കെ പെട്ട് നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് ഇവിടുന്ന് തന്നെ ഇങ്ങനെ തിരിച്ചൊരു നന്മ ഇങ്ങനെ പ്രതീക്ഷിച്ച് ഈ ലോകത്തിലെ, അതായത് ഇപ്പോൾ ഞാൻ സമതിന് ചെയ്യുമ്പോൾ ഇനി സമതിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലോ തിരിച്ചതിങ്ങനെ പ്രതീക്ഷിച്ച് അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രയാസമാണ്. എന്നാൽ അതിനപ്പുറത്ത് ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ നന്മ ചെയ്യുന്നു. ആ ചെയ്യുന്നതും അതിനപ്പുറത്തേക്കുള്ളതുമെല്ലാം ഞാൻ എൻ്റെ പടച്ചവനിൽ വരവേൽപ്പിച്ചിരിക്കുന്നു. എന്നെ പടച്ച, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നന്മയുടെ ഉറവിടമായ പടച്ചവനിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. പിന്നെ എനിക്ക് ടെൻഷനില്ല, ഞാൻ ഫുള്ളി ലിബറേറ്റഡ് ആണ്. കാരണം എനിക്ക് ഇനിയിപ്പം ഞാൻ സമതിനെ സഹായിച്ചു, സമത് എന്നോട് അതിക്രൂരമായ പെരുമാറിയ പോലും എന്നെ അത് ബാധിക്കൂല. കാരണം ഞാൻ സമതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. തിരിച്ച് ഞാൻ പ്രതീക്ഷിക്കുന്നത് സമതിൽ നിന്നല്ല, അല്ലെങ്കിൽ ഈ ലോകത്ത് ഇവിടുന്നും അല്ല, വേറെ ആരെങ്കിലും എനിക്ക് നന്മ ചെയ്യുന്നതല്ല. മറിച്ച് ഞാൻ ചെയ്ത നന്മയും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളും പടച്ചവനിൽ സമർപ്പിച്ചിരിക്കുന്നു. മറ്റൊരു ടോപ്പിക് അല്ല കേട്ടോ. ചില ആൾക്കാർ പറയും ഒന്നും പ്രതീക്ഷിക്കാതെ നന്മകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതൊന്നും മനുഷ്യനെ കൊണ്ട് കഴിയില്ല. ഇപ്പോൾ ഞാൻ ബാസിൽക്ക് നന്മ ചെയ്യുന്നു, ബാസിൽക്കയിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാനും പറ്റും, ഈ ലോകത്തു നിന്നും പ്രതീക്ഷിക്കാതിരിക്കാനും എനിക്ക് പറ്റും. ഞാൻ ദൈവത്തിൽ നിന്ന് പക്ഷെ ഒപ്പം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുമില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെ നന്മകൾ ചെയ്യാൻ വേണ്ടി മാത്രം സ്വയം ത്യാഗം സഹിക്കുന്നു, സ്വന്തം ഫിസിക്കിന് പ്രയാസം ഉണ്ടാകുന്നു, ജീവിതത്തിന് പ്രയാസം ഉണ്ടാകുന്നു, എല്ലാത്തിനും പ്രയാസം ഉണ്ടാകുന്നു, നന്മകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതെന്തിനാ? അല്ലെങ്കിൽ അതെങ്ങനെ ഒരു മനുഷ്യന് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക? അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടായിട്ടില്ലായിരിക്കാം ഒരുപാട് കാര്യങ്ങളിൽ നിന്ന്. ആ പ്രതീക്ഷിക്കാതിരിക്കുന്നതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ വലിയൊരു പ്രതീക്ഷ അപ്പുറത്തുണ്ടെങ്കിൽ മാത്രമേ അതവനെ മോട്ടിവേറ്റ് ചെയ്യിക്കോളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഉട്ടോപ്പിയനെ പറ്റിയല്ല ഇസ്ലാം പറയുന്നത്. നിങ്ങളൊന്നും എവിടെ ഒന്നും പ്രതീക്ഷിക്കരുത്, അങ്ങനെ ഒരു പ്രതീക്ഷയെ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല, അതൊരു പാവമാണ്. അത് ചില ആൾക്കാർ പറയും അങ്ങനെ പ്രതീക്ഷിക്കുന്നതേ ഒരു പാവമാണ്, സ്വർഗത്തിന് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു പാവമാണ്. അങ്ങനൊന്നും ഇസ്ലാം പറയുന്നില്ല. നിങ്ങൾക്ക് നന്മ പ്രതീക്ഷിക്കാം, പ്രതിഫലം പ്രതീക്ഷിക്കാം, സുഖം പ്രതീക്ഷിക്കാം. പക്ഷെ ആ പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലാവുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് പ്രയാസത്തിലാക്കാണ്. വാസിക്കാൻ എന്തോ കിട്ടും, അല്ലെങ്കിൽ ഈ സറൗണ്ടിങ് എന്തോ കിട്ടും എന്നുള്ള പ്രതീക്ഷ നമ്മുടെ ജീവിതത്തെ ദുസ്സഹാക്കും. അതിനപ്പുറം ജീവിതത്തെ ദുസ്സഹാക്കാതെ എന്നാൽ ആത്യന്തികമായി വലിയ പ്രതീക്ഷ എനിക്ക് നൽകുകയും ഒപ്പം തന്നെ ആ പ്രതീക്ഷക്കൊത്ത ജീവിതം എനിക്ക് തരികയും ചെയ്യുന്നൊരു ഒരു മനോഹരമായ ഒരു പ്രത്യയശാസ്ത്രം പ്രതീക്ഷയും നൽകുന്നു, അത് അവസാനം പ്രാവർത്തികമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. യെസ്. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു പിന്നെ ഈ ഇവിടെയൊക്കെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. ആ ദൈവം എന്ന് പറയുന്നത് നിങ്ങളുടെ കേവലമായിട്ടുള്ള വിശ്വാസമല്ല എന്നുള്ളത്. അവിടെയാണ് ദൈവമുണ്ടോ എന്നുള്ളൊരു അന്വേഷണം പ്രസക്തമാകുന്നത്. തീർച്ചയായും ആ ദൈവമുണ്ട് എന്നുള്ള കൃത്യമായ ലോജിക്കലായ യുക്തിപരമായിട്ടുള്ള തെളിവുകൾ നമുക്ക് പിന്നെ അന്വേഷിച്ചാൽ മനസ്സിലാകും. ആ അന്വേഷണത്തിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാലിഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവം ഉണ്ടാവണം. ഓക്കെ, ആ ദൈവം ഉണ്ടോ എന്നുള്ള അന്വേഷണം തീർച്ചയായും നമുക്ക് യുക്തിപരമായിട്ട് നടത്താം. അത് നമുക്ക് പഠിക്കാം, മനസ്സിലാക്കാം, ബോധ്യപ്പെട്ടാൽ ഇറ്റ് ഓൾ മേക്ക് സെൻസ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ വേറൊരു അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങൾക്ക് കംപ്ലീറ്റ് നോൺസെൻസ് ആണ്, അല്ലെങ്കിൽ ഒരു തരത്തിലും ഒരു യുക്തിപരമായ അടിസ്ഥാനങ്ങൾ ഇല്ലാത്തതാണ് ഇപ്പോൾ ഈ കർമ്മ പോലെയുള്ള ഈ മാനിഫെസ്റ്റേഷൻ പോലെയുള്ള ഇത്തരത്തിലുള്ള തോന്നലുകൾ എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം വിഷയങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും.